ഇന്ന് നമ്മൾ വാട്ടിക്കുഴച്ച് സമയം കളയാതെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബീഫ് നെയ്പത്തലിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബീഫ് നെയ്പത്തൽ റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് ബീഫ് നമ്മൾ നേരത്തെ തന്നെ സാധാരണ ബീഫിൽ ചേർത്ത് കൊടുക്കാറുള്ള മസാല പൗഡറെല്ലാം ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീഫിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇതന്നെ ഇതിന് കറക്റ്റാണ്. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ ഈ നെയ്പ്പത്തിൽ നമ്മൾ അരി അരച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 കപ്പ് പച്ചരി നേരത്തെ തന്നെ 2 മണിക്കൂർ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. അരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഇത് നമുക്ക് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജാറിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. ശേഷം ആ സെയിം മിക്സിയുടെ ജാറ് തന്നെ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും 1 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം പൗഡർ ചേർക്കുന്നുണ്ട്. വലിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. വളരെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ 1/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ശേഷം മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരപ്പും നമ്മൾ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരല്പം അരിപ്പൊടി ചേർക്കാം. നമ്മൾ ആദ്യം ഒരു 1/4 കപ്പ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് നോക്കുക. പിന്നെ വേണമെങ്കിൽ മാത്രം വെള്ളം കറക്റ്റ് അല്ല എങ്കിൽ മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ 1/4 കപ്പ് ചേർത്തപ്പോൾ തന്നെ വെള്ളം ഇതിന് കറക്റ്റാണ്. ഇനി ഇത് ഒരുപാട് കുഴയ്ക്കേണ്ട. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാനൊരു പരുവത്തിലായി കിട്ടിയാൽ നമുക്ക് ഉടനെ തന്നെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ നെയ്പ്പത്തൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ ഫില്ലിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ടിൽ നിന്ന് നമ്മൾ ചെറിയൊരു ഉരുള എടുക്കുകയാണ്. ചെറിയൊരു ഉരുള എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. ശേഷം അതിന് സെൻറ്ററിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഫില്ലിങ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് പതിയെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിൽ ഫില്ലിംഗ് ഒന്നും പുറത്തോട്ടാവാത്ത രീതിയിൽ ഒന്ന് ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ചെറിയ ഹോൾസ് എല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് മാവ് എടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ശേഷം നമ്മൾ നല്ല റൗണ്ട് ഷേപ്പിൽ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇട്ട് കൊടുത്തൊരു ജസ്റ്റ് 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. ഒരു ബാച്ചിൽ നമ്മൾ 2 എണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാകുന്ന ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.